ഹലോ ഗൈസ്, ഇന്ന് എമ്പുരാൻ പടം കണ്ടു. ഞാനൊരു മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഫാനായിരുന്നെങ്കിൽ ഇത് പടം പൊളിയാണെന്ന് ഞാൻ പറഞ്ഞേന്. പക്ഷെ ഉള്ളത് പറയാമല്ലോ, പൃഥ്വിരാജേട്ടൻ്റെ കയ്യിൽ നിന്ന് പടം പോയെന്ന് പറയാൻ കാരണം ഇതൊരു തട്ടിക്കൂട്ട് പടമായിപ്പോയി. പിന്നെ ആദ്യത്തെ അരമണിക്കൂർ എൻ്റെ പൊന്നളയാ ഹോളിവുഡിനെ വെല്ലുന്ന മേക്കവറായിരുന്നു. ലാലേട്ടൻ്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനും വരുന്നില്ല. താടി വെച്ചേക്കുന്നതുകൊണ്ട് അങ്ങനെ കവർ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. ടൊവിനോയുടെ ലുക്കും സ്റ്റൈലും രാജുവേട്ടൻ പരമാവധി നശിപ്പിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യരുടെ റോൾ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നാൽ എൻ്റെ ഒരു ഇത്. പിന്നെ ഒരു പാൻ ഇന്ത്യൻ സിനിമയാക്കാൻ വേണ്ടി രാജുവേട്ടൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സും നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സും ഇതിനകത്ത് കുത്തിക്കയറ്റിയിട്ടുണ്ട് നല്ലോണം. അതിൽ ഒരു കാര്യം അടിപൊളിയായിട്ടുണ്ട്. പ്രബലരായ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നന്നായിട്ട് തേച്ചൊട്ടിച്ചിട്ടുണ്ട്. അതെന്തായാലും നല്ല അപ്ലാസ് സാധനമാക്കിയിട്ടുണ്ട്. പിന്നെ വലതുപക്ഷത്തെ ഒന്ന് തട്ടിത്തലോടി. പിന്നെ എബ്രഹാം ഖുറേഷിയെ പറ്റി പറയുകയാണെങ്കിൽ, ഏട്ടൻ വരുന്നു, കോട്ടിടുന്നു, രാജുവേട്ടൻ്റെ തോളെ തട്ടുന്നു, പോകുന്നു. പിന്നെയും കണ്ണുകൊണ്ട് എന്തോ എക്സ്പ്രഷൻ കാണിക്കുന്നു, വീണ്ടും പോകുന്നു. ലാസ്റ്റ് വില്ലനെ കൊല്ലാനായിട്ട് തോക്കെടുത്ത് പൃഥ്വിരാജേട്ടൻ്റെ കൊടുക്കുന്നു, വെടിവെക്കുന്നു, പോകുന്നു. നീ എന്ന സിനിമ എല്ലാവരും കണ്ടതല്ലേ? അതിൽ വില്ലനെ ബോംബ് വെച്ച് കൊല്ലുന്ന പോലെ അതേപടി ഇതിലും കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട് രാജുവേട്ടൻ. അതിന് സമ്മതിക്കണം. ഇറങ്ങിയ ഫഹദിൻ്റെയോ ബേസിലിൻ്റെയോ അല്ലെങ്കിൽ ജോജു ജോർജിൻ്റെയോ പടത്തിൻ്റെ അടുത്തെത്താനുള്ള നിലവാരം പോലും ഈ പടത്തിനില്ല. ഉള്ളത് പറയട്ടെ. പ്രമോഷനിൽ പല നടന്മാരും പറയുന്ന ഹൈപ്പൊന്നും ഈ പടത്തിൽ പത്തിലൊന്ന് ഈ പടത്തിൽ ഞാൻ കണ്ടില്ല. കുറേ വിദേശികളെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നല്ല, അതൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പടത്തിൽ കാര്യമായിട്ടൊന്നും ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടെന്നൊന്നുമില്ല. എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യുന്നു എന്ന് ഉയർന്നു വന്നേക്കാം. എന്തൊക്കെ പറഞ്ഞാലും പൊട്ടിയ പടം അല്ലെങ്കിൽ പൊളിഞ്ഞ പടം പൊളിഞ്ഞത് തന്നെ. ചീറ്റിപ്പോയി, ഉള്ളത് പറയാമല്ലോ. പിന്നെ എടുത്തു പറയാനുള്ളത് സ്റ്റീഫൻ പൊളി, ഒന്നും പറയാനില്ല, അട്ടർ പൊളി. മോഹൻലാൽ ഫാൻസിന് അവരുടെ അഭിപ്രായം ഉണ്ടാവും. ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം.